പതിമംഗലത്ത് വാഹന അപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം. പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 2 കാർ യാത്രികരും പിക്കപ്പ് വാൻ ഡ്രൈവറുമാണ് അപകടത്തിൽ മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ രാഹുൽ കെ വി നൽകും. രാഹുൽ, രാവിലെ തന്നെ വലിയൊരു അപകട വാർത്തയാണ്. വളരെ ദാരുണമായ സംഭവം. 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതെപ്പോഴായിരുന്നു അപകടം? വളരെ ദാരുണമായൊരു വാർത്ത തന്നെയാണ്, വിവരം തന്നെയാണ്. 3 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. പറഞ്ഞതുപോലെ 2 കാർ യാത്രക്കാരും ഇപ്പം പിക്കപ്പ് വാനിന്റെ ഡ്രൈവറുമാണ് മരിച്ചത്. പുലർച്ചെ 2:50 ഈ അപകടം ഉണ്ടായത്. കുന്നമംഗലം പതിമംഗലത്ത് വെച്ചാണ് ഈ കാറും പിക്കപ്പ് വാനും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. അതായത് എതിർദിശയിൽ പോവുകയായിരുന്ന 2 വാഹനങ്ങൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാറ് KL 57M 154 എന്ന നമ്പറിലുള്ള കാറും KL 12N 1207 എന്ന രജിസ്ട്രേഷനുള്ള പിക്കപ്പ് വാനുമാണ്. ഇതിൽ കാർ യാത്രികരായ 2 പേരും ഒപ്പം പിക്കപ്പ് വാനിന്റെ ഡ്രൈവറുമാണ് മരിച്ചിട്ടുള്ളത്. ഈ മരിച്ച കാർ യാത്രികർ ഈങ്ങാപ്പുഴ സ്വദേശിയാണ്, കോഴിക്കോട് തന്നെ. രണ്ടാമത് കൊടുവള്ളി വാവാട് സ്വദേശിയാണ്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ വയനാട് സ്വദേശിയാണ്. അതായത് ഈ പിക്കപ്പ് വാൻ എന്നത് കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്നു. അതായത് വയനാട് ഭാഗത്ത് നിന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്നു. കാറ് കുന്നമംഗലം ഭാഗത്ത് നിന്ന് കൊടുവള്ളി ഭാഗത്തേക്ക് പോകുന്ന അങ്ങനെ നേരത്തെ എതിർദിശയിൽ വന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ വെള്ളിമാട് കുന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചു. അതായത് ഇടിയിൽ പൂർണ്ണമായും തന്നെ വാഹനങ്ങൾ തകർന്ന സ്ഥിതിയിലായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് ഈ പിക്കപ്പിന്റെ ഡ്രൈവറെ പുറത്തെടുത്തത് ഈ വാഹനത്തിന്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ്. അങ്ങനെ നേരെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പക്ഷെ 3 പേരെയും മരിച്ച നിലയിലാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇതിലും 2 പേർക്ക് പരിക്ക് കൂടി സംഭവിച്ചിട്ടുണ്ട്. ആകെ 5 പേരാണ് 2 വാഹനങ്ങളുമായി ഉണ്ടായത്. പിക്കപ്പിന്റെ ക്ലീനർ അടക്കമാണ്. 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ദാരുണമായ ദൂരം തന്നെ 3 പേർക്കാണ്. 2 കോഴിക്കോട് സ്വദേശികളും 1 വയനാട് സ്വദേശിയുമാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ശരി, കോഴിക്കോട് കുന്നമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. 2 പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.